എൻ്റെ പേര് സുദീപ്. ഞാൻ ABC മർക്കൻ്റൈലിൽ സീനിയർ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 9 വർഷമായി. പിന്നെ ഞാൻ പഠിച്ചത് BCom ആയിരുന്നു. അത് കഴിഞ്ഞ് CA ഇൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിലേക്ക് വരാനുള്ള കാരണം പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അക്കൗണ്ട്സ് പോലുള്ള വിഷയങ്ങളിൽ കുറച്ചൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്തു. 9 വർഷം മുന്നേ ഞാൻ ABC തളിപ്പറമ്പിൽ ഓഡിറ്റ് ട്രെയിനി ആയിട്ടായിരുന്നു ജോയിൻ ചെയ്തത്. അതിനുശേഷം ഓഡിറ്റ് എക്സിക്യൂട്ടീവായി, ഓഡിറ്റ് ജൂനിയർ ഓഡിറ്ററായി. നിലവിലിപ്പം മർക്കൻ്റൈലിൽ സീനിയർ ഓഡിറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർക്ക് അക്കാഡമിക്കലി നല്ല നോളജ് കാണാറുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി അവർക്ക് അത്ര നോളജ് അത്ര എക്സ്പീരിയൻസ് കാണാറില്ല. അപ്പോൾ ജസ്റ്റ് ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ അക്കാഡമിക് നോളജിന് പുറമെ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ്, കറക്റ്റ് ഓഡിറ്റിംഗ്, അതുപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ ലീഗൽ റിക്വയർമെൻറ്റ്സ്, അതിൻ്റെയൊക്കെ കറക്റ്റ് ആപ്ലിക്കേഷൻസും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓഡിറ്റിങ്ങിൽ സക്സസ്ഫുള്ളായ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒരു അക്കാഡമിക് നോളജിന് പുറമെ ആ അക്കാഡമിക് നോളജിൻ്റെ കറക്റ്റ് ആപ്ലിക്കേഷൻ കൂടി അറിഞ്ഞിരിക്കണം. പലപ്പോഴും സ്റ്റുഡൻസിൻ്റെ കേസിൽ അവർക്കൊക്കെ അക്കാഡമിക്കലി നല്ല നോളജ് ഉണ്ടെങ്കിലും ഒരു പൊസിഷനിലേക്ക് അവരെ പ്ലേസ് ചെയ്താൽ ചിലപ്പോൾ ആ നോളജിൻ്റെ കറക്റ്റ് ആപ്ലിക്കേഷൻ അവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പേർട്ടിൻ്റെ കൂടെ ഇരുന്ന് പ്രാക്ടിക്കലി വർക്ക് ചെയ്യണം. അപ്പോൾ ആ രീതിയിലുള്ള പ്രാക്ടിക്കൽ എക്സ്പോഷർ നമ്മൾ അക്കാദമിയിൽ പ്രൊവൈഡ് ചെയ്യണം. അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് പോലെയുള്ള മേഖലകളിൽ ഇന്ന് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. നമുക്കറിയാം, നിലവിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട്, ഒരുപാട് പുതിയ കമ്പനീസ് വരുന്നുണ്ട്. ഈ കമ്പനീസിലൊക്കെ അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് പോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് മസ്റ്റായിട്ട് വേണ്ട ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അതുപോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ പോസ്റ്റിലേക്കായിട്ട് ജോബ് വേക്കൻസീസിന് ജസ്റ്റ് ഒരു തിയററ്റിക്കൽ നോളജിന് പുറമെ പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പോഷർ കൂടി അത്യാവശ്യമാണ്. അവിടെയാണ് അക്കാദമി അവരുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ അവർക്ക് റിയൽ ഇൻഡസ്ട്രിയിൽ എന്താണോ നടക്കുന്നത് അത് റിയൽ എക്സ്പേർട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്ന രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് എന്താണോ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്നത് അത് പഠിക്കാനും അവരുടെ കൂടെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ABC ഗ്രൂപ്പ് പോലെയുള്ള വലിയ സ്ഥാപനത്തിൽ അവരുടെ കൂടെ സീനിയർ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയതും അതുപോലെ അവരുടെ വളർച്ചയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും ഹാപ്പിയാണ്. അതുപോലെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു നല്ലൊരു ടീമിനെ, ഓഡിറ്റിംഗ് ടീമിനെ ബിൽഡ് ചെയ്യാനും അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഹാപ്പിയാണ്. ചൂസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ചൂസ് അക്കാദമി.